കത്തോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബും ഡോമിനി. ലാറ്റിൻ, സീറോ മലബാർ, മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം. എല്ലാവരെയും വെർബും ഡോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി പോലെയാണ്. 45-ാമത്തെ വചനത്തിൽ വീണ്ടും പറയുന്നു, സ്വർഗരാജ്യം ഏറ്റവും വിലയേറിയ രത്നം അന്വേഷിച്ച് നടക്കുന്ന രത്നവ്യാപാരിക്ക് തുല്യമാണ്. എന്നിട്ടോ അത് കണ്ടെത്തുമ്പോൾ അയാൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ഇത് സ്വന്തമാക്കുന്നു. അതായത് ഈശോ ഇന്ന് എന്നോട് പറയുന്നത് നിധി കണ്ടെത്തുക എന്നതാണ്. നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിയുണ്ട്, ഏറ്റവും വിലയേറിയ രത്നമുണ്ട്. അത് നീ തിരിച്ചറിയുക, കണ്ടെത്തുക. അതാണ് ജീവിതം തൃപ്തികരമാകാൻ, സന്തോഷകരമാകാൻ, ജീവിതം അതിന്റെ പൂർണ്ണതയിലേക്ക് വരാനുള്ള മാർഗം ഇതാണ്. നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി നീ തിരിച്ചറിയുക. ആപ്പിളിന്റെ സ്ഥാപകനുണ്ട്, കമ്പ്യൂട്ടർ രംഗത്തെ കുലപതി സ്റ്റീവ് ജോബ്സ്. ഈ മനുഷ്യൻ അസാമാന്യ പ്രതിഭയായിരുന്നു. അദ്ദേഹം 56-ാമത്തെ വയസ്സിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച് 2011 മരിച്ചു. അതിനു മുമ്പ് 2005 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ സെറമണിയിൽ പ്രധാന പ്രഭാഷകൻ ഇയാളായിരുന്നു. ആ പ്രഭാഷണം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രഭാഷണമാണ്. 2003 ഇയാൾക്ക് ക്യാൻസർ ബാധിക്കുന്നത്. അയാൾ പറഞ്ഞു, അവിടെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞാനൊരു ഗ്രാജുവേറ്റ് അല്ല, ഞാൻ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. കൃത്യമായിട്ട് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്റെ അപ്പനും അമ്മയും ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന കാശിന്റെ മഹാഭൂരിപക്ഷവും കോളേജിൽ പഠിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി അവർ ചെലവാക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പഠനം തുടങ്ങി മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി, ഇതുകൊണ്ടൊന്നും എനിക്ക് വലിയ ഉപകാരമില്ല എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു, വെറുതെ എന്റെ മാതാപിതാക്കളുടെ കാശ് നഷ്ടപ്പെടുത്തണ്ടല്ലോ, ഞാൻ ആ പഠനം അവിടെ നിർത്തി. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് തോന്നിയ 1-2 കോഴ്സുകൾ മാത്രം പുറത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് കൃത്യം അതിന്റെ പേര് പറയുന്നുണ്ട്, എനിക്ക് കൃത്യം ഓർമ്മയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആപ്പിൾ കമ്പ്യൂട്ടർ രംഗത്തേക്ക് ഉണ്ടാക്കാൻ പോയപ്പോൾ അന്ന് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു എനിക്ക് ഏറ്റവും സഹായമായിരുന്നത്. കാരണം കോളേജിലെ നിശ്ചയിക്കപ്പെട്ടിരുന്ന കോഴ്സുകൾ ഒഴിവാക്കിയിട്ട് ഞാൻ പുറത്തുപോയി പഠിച്ച 1-2 കോഴ്സുകളുണ്ട്. അതായിരുന്നു ആപ്പിൾ മാക്കിൻടോഷിന്റെ അടിസ്ഥാനമായിട്ട് നിന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് വിൻഡോസ് കോപ്പി ചെയ്തത്. അങ്ങനെ എല്ലാ കമ്പ്യൂട്ടറിന്റെയും അടിസ്ഥാന ഘടകമായിട്ട് മാറിയത് എന്റെ ആ ഒരു തീരുമാനമായിരുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നു, ഫോളോ ദ പാഷൻ ഓഫ് യുവർ ഹാർട്ട്. ഹൃദയത്തിന്റെ തീക്ഷ്ണമായ അഭിലാഷത്തെ പിന്തുടരുക. പിന്നീട് തന്റെ ജീവിതം പറഞ്ഞു പോകുമ്പോൾ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഞാൻ പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആപ്പിളിൽ നിന്ന് അവരെന്നെ പുറത്താക്കി. സ്ഥാപകനെ അവനുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞപ്പോഴോ അപ്പോഴും ഞാൻ ചെയ്തത് ഇതാണ്, ഐ ഫോളോഡ് ദ പാഷൻ ഓഫ് മൈ ഹാർട്ട്. ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത 1-2 പ്രസ്ഥാനങ്ങൾ, വലിയ സാധനങ്ങളുണ്ടായി. അത് പിന്നീട് ആപ്പിളിലേക്ക് ലയിക്കുകയും വീണ്ടും ആപ്പിളിന്റെ സ്ഥാനപതിയായിട്ട് ചെയർമാനായിട്ട് ഇയാൾ വരികയും ചെയ്യും. എന്നിട്ട് ആ വിദ്യാർത്ഥികളോട് ഇയാൾ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷമുണ്ട്, തീവ്രമായ അഭിലാഷമുണ്ട്. ഫോളോ ദ പാഷൻ ഓഫ് യുവർ ഹാർട്ട്. ഈശോ പറയുന്നു, ഒളിപ്പിച്ചു വെച്ച നിധി, ഏറ്റവും വില പിടിപ്പുള്ള രത്നം, അത് നിന്റെ ജീവിതത്തിൽ എന്താണെന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയുന്നിടത്താണ് ജീവിത വിജയത്തിന്റെ ആദ്യത്തെ പടി അടങ്ങിയിരിക്കുന്നത്. എന്താണ് തമ്പുരാൻ എന്റെ ജീവിതത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി? എനിക്കായിട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നം എന്താണ്? ഇത് തിരിച്ചറിയുന്നതാണ് എന്റെ ജീവിതം. അത് എത്ര നീളുമെന്നറിയാൻ മേല, 50, 60, 70 അറിയാൻ മേല. ആ ജീവിതം
തമ്പുരാൻ ആഗ്രഹിക്കുന്നത് പോലെ അതിന്റെ പൂർണ്ണതയിൽ ആകാനുള്ള വഴി ഇതാണ്. നിന്റെ ജീവിതത്തിന്റെ നിധി, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി തിരിച്ചറിയുക. എന്താണ് തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ നേടുന്ന കാശാണോ? ഭൂമിയാണോ? സമ്പത്താണോ? അതോ ഞാൻ ഈ സമൂഹത്തിൽ നേടിയെടുക്കുന്ന സ്ഥാനമാനങ്ങളാണോ? അതോ ഞാൻ ഒരു സ്റ്റേജിൽ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഈ ശരീരമാണോ? അതോ എന്റെ ചിന്തകൾ, മനസ്സാണോ? ഇതിനൊക്കെ പിറകിൽ നിൽക്കുന്ന, ആധാരമായിട്ട് നിൽക്കുന്ന എന്നിലെ ജീവൻ അത് തന്നെയല്ലേ? ഈ ജീവൻ ദൈവാംശത്തിന്റെ ഭാഗമാണ്. പോരാ, ഒരു പടി കൂടെ കടന്നാൽ ഈ ദൈവികാംശത്തിന്റെ ഭാഗമായ എന്നിലെ ജീവൻ ഈ സ്ഥലത്തും ഈ കാലത്തും, ടൈം ആൻഡ് സ്പേസ്, ഈ സ്ഥലത്തും ഈ കാലത്തും ചെയ്തു തീർക്കേണ്ട ഒരു ദൗത്യമുണ്ട്. എനിക്ക് മാത്രം ചെയ്തു തീർക്കാവുന്ന ഒരു ദൗത്യം. അതാണ് തമ്പുരാൻ എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി. ഈ ഒരു പ്രത്യേക കാലത്ത്, പ്രത്യേക സ്ഥലത്ത് ദൈവത്തിന്റെ ജീവന്റെ ഭാഗമായ ഞാൻ ജീവിച്ചു നിൽക്കുമ്പോൾ ഞാൻ ചെയ്യാനായിട്ട് തമ്പുരാൻ കൃത്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ദൗത്യം എനിക്ക് മാത്രം ചെയ്യാവുന്നത്. അതല്ലേ എന്നിലെ നിധി, മുത്ത്, രത്നം. അത് തിരിച്ചറിയുക എന്താണതെന്ന്. അത് തിരിച്ചറിഞ്ഞിട്ടോ അടുത്ത പടി പറയുന്നു, ഇത് തിരിച്ചറിയുന്ന നിധി കണ്ടെത്തുന്നവൻ എന്നാ ചെയ്യുന്നത്? അവൻ പോയി തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു. ഇത് സ്വന്തമാക്കാൻ വേണ്ടി മറ്റുള്ളതെല്ലാം വിൽക്കുന്നു. ബാക്കി പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഏത്? ഈ നിധി സ്വന്തമാക്കാൻ, അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഗംഗാധരൻ ഡോക്ടർ, കേരളത്തിലെ ഡോക്ടർമാരിലെ ഏറ്റവും കൂടുതൽ മനുഷ്യപ്പറ്റുള്ളവൻ, ഇതുപോലെ പലരും കാണും. ക്യാൻസറിന്റെ കുലപതി, ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയാവുന്നു. അദ്ദേഹം എഴുതുന്ന, ഇടയ്ക്കിടയ്ക്ക് മാതൃഭൂമിയിൽ എഴുതാറുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് എഴുതിയ ഒരു അനുഭവം. 70 വയസ്സുള്ള ദമ്പതികൾ, വൃദ്ധ ദമ്പതികൾ ന്യൂസിലൻഡിൽ നിന്ന് വന്നതാ. ഭാര്യയ്ക്ക് രോഗമാ, ജഗത്തെ കാണാനായിട്ട്. എങ്ങനെ 30-35 വർഷം ന്യൂസിലൻഡിൽ താമസിച്ച് ജോലി ചെയ്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. അവർ നല്ല നിലയിൽ ജോലിയായി, കുടുംബമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് അസുഖം, ക്യാൻസർ. അവിടെ ചികിത്സിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാകും, ക്ലേശമാകുമെന്ന് കരുതി മക്കൾ 2 പേരും കൂടെ മാതാപിതാക്കളുടെ അടുത്ത്, പേരൻസിന്റെ അടുത്ത് പറഞ്ഞു, അമ്മ എന്നാ നാട്ടിൽ പോയി, ബന്ധുക്കളുണ്ടല്ലോ അവരുടെ കൂടെ ഒന്ന് ചികിത്സിക്കട്ടെ, അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കാം. എന്നിട്ട് ഡോക്ടർ പറയുന്നത്, മിക്കവാറും ഒരു വാച്ച്മാന്റെ ഒരു ഒഴിവെങ്കിലും ഇയാൾക്ക് നികത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കായിരിക്കും അച്ഛനെ അവിടെ നിർത്താൻ തീരുമാനിച്ചു. പക്ഷേ ഇവർ 2 പേരും കൂടെ, ഇത്രയും കാലം ജീവിതത്തിൽ ഒരുമിച്ച് ജീവിച്ചവര്, അവർ തീരുമാനിച്ച് 2 പേരും കൂടെ നാട്ടിൽ പോവുക. അങ്ങനെയാണ് ഡോക്ടറിനെ വന്ന് കാണുന്നത്. ഡോക്ടറോട് പറഞ്ഞിട്ട് ഈ ഭർത്താവ് പറയുന്ന വാക്യമുണ്ട്. അതായത്, ജീവിതത്തിൽ ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഇവളുടെ ജീവിതത്തിന്റെ അവസാനം വരെ കൂട്ടായിട്ട് നിൽക്കണം എന്നൊരാഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ എനിക്കുള്ളൂ. കാരണം ഞാൻ പോയാ പിന്നെ ആരാ ഇവക്കുള്ളത്? നിധി കണ്ടെത്തിയാൽ, വിലപിടിപ്പുള്ള രത്നം കണ്ടെത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? ബാക്കിയുള്ളതെല്ലാം വിറ്റ്, ഈ വിലപിടിപ്പുള്ള രത്നത്തിന്റെ മുമ്പിൽ, നിധിയുടെ മുമ്പിൽ ബാക്കിയുള്ളതൊക്കെ അപ്രസക്തമാണ്. അതിനൊക്കെ വില കുറയും. അതെല്ലാം വിറ്റ് ഇത് സ്വന്തമാക്കണം. നിന്റെ ജീവിതത്തിന്റെ നിധി എന്താണ്? ഏറ്റവും വലിയ രത്നം എന്താണ്? അത് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞിട്ടോ അതിനുവേണ്ടി ബാക്കി പലതും വേണ്ട 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 എന്ന് വെക്കുന്നിടത്താണ് ജീവിതം അതിന്റെ നിറവിലേക്ക് വരുന്നത്, ജീവിതം തൃപ്തികരമാകുന്നത്. പോരാ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിലെയും ഈ കാലഘട്ടത്തിന്റെയും നിന്റെ ജീവിതത്തിന്റെ ദൗത്യം ചെയ്യാനായിട്ട് നിനക്ക് പറ്റുന്നത്. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി പോലെയാണ്. അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റത് സ്വന്തമാക്കും. സ്വർഗരാജ്യം ഏറ്റവും വിലപിടിപ്പുള്ള രത്നം അന്വേഷിച്ചു നടക്കുന്ന രത്നവ്യാപാരിക്ക് തുല്യമാണ്. ഈശോ പറയുന്ന ഈ ജീവിതത്തിന്റെ വലിയ പൊരുളുണ്ട്. എന്നോട് പറയുന്നത്, നമ്മളോട് പറയുന്നത്, ഈ തിരിച്ചറിവുണ്ടാകാൻ, അതുണ്ടാകുമ്പോഴാണ് ഏതാണ് എന്റെ ജീവിതത്തിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രത്നം അല്ലെങ്കിൽ നിധി,
അത് തിരിച്ചറിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഇതിനു വേണ്ടി ഉപേക്ഷിക്കാനും വേണ്ടെന്ന് വെക്കാനും തയ്യാറാകുന്നിടത്താണ് എന്റെ ജീവിതം വിജയകരമാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീയാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നവനും പരിപാലിക്കുന്നവനും. ഈശോയെ, നീ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്ന ജീവിതത്തിന്റെ ഈ രഹസ്യം, അതായത് എന്റെ ജീവിതത്തിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി ഏത്, രത്നമേത്, അത് തിരിച്ചറിയാൻ, അതായത് എന്റെ ജീവിതത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ദൗത്യമെന്ത്, നീ എന്തിനാ എന്നെ ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിലേക്ക് വിട്ടിരിക്കുന്നത്, ആ ജീവിത ദൗത്യം തിരിച്ചറിയാൻ, അതായത് എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിലാഷത്തെ, താല്പര്യത്തെ, നീ എന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താല്പര്യത്തെ, അത് തിരിച്ചറിയാനും അതിനെ പിന്തുടരാനും, അതിനു വേണ്ടിയിട്ട് ബാക്കി പലതും വേണ്ടെന്ന് വയ്ക്കാനുമുള്ള വലിയ കൃപ, ആ ഒരു ധീരത ഈശോയെ എനിക്ക് നീ തരണമേ. അങ്ങനെ ആ നിധി, നീ ഒളിപ്പിച്ചു വെച്ച നിധി കണ്ടെത്തി അത് വളർത്തി ആ ദൗത്യം പൂർത്തിയാക്കുന്നതിലൂടെ ഞാൻ എന്റെ ജീവിത ദൗത്യം, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുകയാണ് എന്ന തിരിച്ചറിവും എനിക്ക് നീ തരണമേ. നാഥാ, നീ കൂടെ ഉണ്ടാകണമേ. നീയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയെന്നും എന്നിലെ ഏറ്റവും വലിയ രത്നമെന്നും ഉള്ള അറിവ് എപ്പോഴും എന്നെ ഭരിക്കട്ടെ. ആമേൻ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനക്രമമനുസരിച്ച് പെന്തിക്കോസ്തിക്ക് ശേഷം 8ാമത്തെ ഞായറാഴ്ചയിലേക്ക്, ജൂലൈ മാസം 30 തീയതി ഞായറാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ അടുത്തു വരുന്നത്. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ വിശുദ്ധ ഏവങ്കേലിയോൻ വായിച്ചു കേൾക്കുമ്പോൾ യേശു പ്രവർത്തിച്ച മറ്റൊരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 8ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശു വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. യേശുവിന്റെ കൂടെ വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു. വചനം കേൾക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ. ഇവിടെ തിരുവചനം പറയുന്നത് വലിയ ഒരു ജനാവലി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഇവരെല്ലാവരും യേശുവിന്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി വന്നവരാണ്. പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നവരാണ്. ഇവിടെ തിരുവചനം പറയുന്നു, 3 ദിവസമായി എന്നോട് കൂടെയാണ് ഈ ജനമെല്ലാം. അതായത് യേശുവിന്റെ കൂടെ ഇവരുണ്ടായിരുന്നു എന്നതാണ് ഇതിന്റെ ചുരുക്കം. ഈ 3 ദിവസമായി ഇവർ വചനം കേൾക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ജനമായിരുന്നു. യേശുവിന് ഇവരോട് അനുകമ്പ തോന്നുകയാണ്. കാരണം 3 ദിവസമായിട്ട് ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന് ഇവരോട് അനുകമ്പ തോന്നുന്നു. ആയതിനാൽ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവരെ തൃപ്തരാക്കുക എന്നതാണ് യേശുവിന്റെ വലിയ സന്തോഷം. 2 വിധത്തിലുള്ള തൃപ്തി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, യേശുവിന്റെ അടുക്കൽ വചനം കേൾക്കാൻ വേണ്ടി ഇവർ വരുമ്പോൾ വചനത്തിലൂടെ ലഭിക്കുന്ന സംതൃപ്തി ഈ ജനത്തിന് അനുഭവിക്കാൻ സാധിക്കണം. അതായത് തങ്ങളുടെ കുറവുകളിൽ നിന്നാണ് ഈ ആളുകൾ യേശുവിന്റെ അടുക്കൽ വരുന്നത്. സ്വർഗരാജ്യത്തെ പ്രതി ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ആളുകൾ, അനുതാപം ആവശ്യമാണ് എന്ന ചിന്തയോടുകൂടെ യേശുവിന്റെ അടുക്കൽ വചനം കേൾക്കാൻ വേണ്ടി വരുന്നവർ, ദൈവരാജ്യത്തിന് തങ്ങളെ തന്നെ ഒരുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ കടന്നുവരുന്ന ജനങ്ങൾ. അങ്ങനെയാണെങ്കിൽ വചനത്തിലൂടെയുള്ള ഒരു സംതൃപ്തി ഇവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യേശു തന്നെ കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതുമാത്രമല്ല, ഭൗതികമായിട്ട് വിശന്നിരിക്കുന്ന അവസ്ഥയിൽ അവരെ തൃപ്തരാക്കുക എന്ന വലിയ ദൗത്യവും കർത്താവ് ഏറ്റെടുക്കുകയാണ്. അതിന്റെ കാരണം യേശുവിന് അവരോട് അനുകമ്പ തോന്നി എന്നുള്ളത് കൊണ്ടാണ്. അനുകമ്പ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ജനം വന്നു കഴിഞ്ഞപ്പോൾ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആയതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. കാരണം യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ അതിന് ഒരുക്കമുള്ളവരാണ് ഈ ശിഷ്യന്മാർ. അതിനനുസരിച്ച് അവർ തയ്യാറെടുക്കണം എന്ന് യേശു പറയുന്നു. യേശു അവരോട് പറയുന്നു, നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാരുടെ മറുപടി ഇങ്ങനെയാണ്:
ഈ വിജനസ്ഥലത്ത് എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുക? അതിന്റെ അർത്ഥം ഇവിടെ അടുത്ത് ഭക്ഷണം വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളോ കടകളോ ഒന്നും ഉണ്ടായിരിക്കില്ല. തന്നെയുമല്ല, വലിയൊരു ജനാവലിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായ ഒരു ജോലിയാണ്. ആയതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ വിജനസ്ഥലത്ത് എങ്ങനെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക? പക്ഷെ എന്തുകൊണ്ടാണ് ഈ യേശുവിന്റെ ശിഷ്യന്മാർ ഈ വിധത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും ഇടയായത്? എന്നാൽ ഇതിനു മുമ്പ് യേശു പ്രവർത്തിച്ച ഈ അത്ഭുതത്തെക്കുറിച്ച് അവർ മറന്നുപോയി എന്നതുകൊണ്ട് തന്നെയാണ്. അതായത്, ഇതിനു മുമ്പ് യേശു അപ്പം വർദ്ധിപ്പിച്ച് തന്നെ കേൾക്കാൻ വേണ്ടി വന്ന ജനത്തിന് കൊടുത്തതിന്റെ ഓർമ്മ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അവർ മറന്നുപോയി എന്നുള്ളതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നന്മകൾ മറന്നുപോകുന്ന ഒരു ജനത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് വിശുദ്ധ മർക്കോസ് ഇവിടെ സുവിശേഷത്തിലൂടെ ഈ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഈ ശിഷ്യന്മാരുടെ ഈ വാക്കുകളിലൂടെ അവർ പുറത്ത് പറയുന്നത്. ഈ വിജനസ്ഥലത്ത് എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക? യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 7 അപ്പമുണ്ട് എന്നവർ മറുപടി പറയുന്നു. ജനങ്ങളെ എല്ലാം യേശു അവിടെ ഇരുത്തി ഈ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുന്നു. ഈ ജനാവലിക്ക് മുഴുവൻ തൃപ്തിയാകുന്നതുവരെയും ഭക്ഷണം അവിടെ ഉണ്ടാവുകയാണ്. യേശു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ശിഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് കഴിയുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കഴിയുന്നില്ല? തിരുവചനത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട്, സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് യേശു പറയുന്നുണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് യേശു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം അവർക്ക് കഴിവുണ്ട്, പക്ഷേ അത് ഫലത്തിൽ കൊണ്ടുവരുവാനുള്ള ആഴമായ വിശ്വാസമോ യേശുവിൽ അടിയുറച്ച വിശ്വാസമോ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. അതിനെയാണ് യേശു തമ്പുരാൻ പലപ്പോഴും എടുത്ത് വിമർശിക്കുന്നത്. അവരുടെ പ്രവർത്തികളെയും അവരുടെ വിശ്വാസക്കുറവിനെയുമാണ് പലപ്പോഴും യേശു തമ്പുരാൻ വിമർശിക്കുന്നത്. ഇവിടെ 7 അപ്പം ഈ വലിയ ജനാവലിക്ക് മുഴുവൻ കൊടുക്കുകയാണ്. മർക്കോസ് ഉദ്ദേശിക്കുന്നത് ഈ അപ്പം ആർക്കു വേണ്ടിയുള്ളതാണ്? യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരാൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നുവോ, ഏതൊരാൾ ദൈവരാജ്യത്തിനെതിരായിട്ട് തങ്ങളുടെ ജീവിതത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് അകന്നു ജീവിക്കുന്നുവോ, അവരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് രക്ഷകനായിട്ട് താൻ വന്നിരിക്കുന്നത് എന്ന് യേശു പല സമയങ്ങളിലും പറയുന്നുണ്ട്. എന്നാൽ യേശു പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിന്റെ കാരണം, ഇവിടെ ഈ വചനം എല്ലാവർക്കും കൂടിയുള്ളതാണ്, രക്ഷ എല്ലാവർക്കും കൂടിയുള്ളതാണ്. വിജാതീയർക്ക് കൂടി അവകാശപ്പെട്ട രക്ഷയെക്കുറിച്ചാണ് യേശു തമ്പുരാൻ ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഇവിടെ 7 അപ്പം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, 7 പേരെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് അവർ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഈ 7 പേരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം വിജാതീയരിലേക്ക് യേശുവിന്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. ഈ വാക്കുകൾ കേട്ടുകൊണ്ട് വിജാതീയർ യേശുവിലേക്ക് കടന്നു വരികയും ദൈവരാജ്യത്തിന് തങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഇത് യേശുവിന്റെ അതേ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിരുന്ന സമൂഹത്തിലൂടെയുള്ള മാറ്റമാണ്. അതുകൊണ്ട് 7 എന്നുള്ള സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ 7 അപ്പമാണ് ഈ വലിയ ജനാവലിക്ക് മുഴുവൻ തൃപ്തി നൽകുന്നതിന് വേണ്ടി യേശു വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഈ 7 അപ്പത്തിലൂടെയാണ് വലിയ അത്ഭുതം യേശു തമ്പുരാൻ കൊടുത്തത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 7 പേരിലൂടെയാണ് വിജാതീയരിലേക്ക് രക്ഷ കടന്നു വരുന്നത്. അതായത് ലോകത്തിലുള്ള മുഴുവനും ആളുകളും യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം യേശുവിനുണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർക്കും അതിനെക്കുറിച്ച്, പിന്നീട് സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അതിനെക്കുറിച്ച് ആഴമായ അറിവുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരിലൂടെ വിജാതീയരിലേക്ക് രക്ഷ കടന്നു വരികയാണ്. ഈ രക്ഷയിലേക്കാണ് യേശു ഓരോരുത്തരെയും വിളിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ
വലിയ കാര്യങ്ങൾ അവിടുന്ന് നമ്മെ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് വചനം കേൾക്കാൻ വേണ്ടി വരുന്നവരാണ്. അത് ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ വചന വായനയിലൂടെ, അല്ലാതെ നമ്മൾ കേൾക്കുന്ന വചനങ്ങളിലൂടെ ദൈവത്തെ അറിയാനും ദൈവരാജ്യത്തിന് നമ്മളെ തന്നെ ഒരുക്കുവാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. യേശുവിന് ജനാവലിയുടെ മേൽ അനുകമ്പ തോന്നിയതിന്റെ കാരണം അവർ ദൈവത്തോടു കൂടെ ആയിരുന്നതുകൊണ്ടാണ്. നിരവധി കാര്യങ്ങൾ ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാരുടെ മറ്റൊരു വാക്ക് ഇങ്ങനെയാണ്: ഈ വിജനസ്ഥലത്ത് എങ്ങനെയാണ് ഞങ്ങൾ അപ്പം കൊടുക്കുക? വിജനമായ ഹൃദയത്തിലും മരുഭൂമിയുടെ അനുഭവമുള്ള ഹൃദയത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ നമ്മൾ കഴിയുമ്പോൾ, ഇനി എന്റെ ജീവിതത്തിൽ വലിയ മാറ്റമില്ല, അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന അവസ്ഥകളിൽ പോലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് വചനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ വചനം കേൾക്കുന്നതെങ്കിൽ അവിടെ അത്ഭുതം നടക്കുമെന്നുള്ളതാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ 7 അപ്പം അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നമുക്കും എന്തെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ആഴം ഉണ്ടായിരിക്കണം. അങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് അത്ഭുതം വഴിയായിട്ട് നമ്മളെ ഉയർത്തുന്നത്. നമ്മുടെ ഏത് ജീവിതാവസ്ഥകളിലും അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കാനുള്ള കഴിവ് അവിടത്തേക്കുണ്ട്. അതിന് അർഹമായ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വചനത്തിലൂടെ ദൈവരാജ്യത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് നമ്മളെ സന്തോഷചിത്തരാക്കി നമ്മളെ തൃപ്തിപ്പെടുത്തി അവിടുന്ന് നമ്മുടെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ള വലിയ സത്യമാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുവേണ്ടി നമുക്ക് കടന്നുവരുന്ന വിശുദ്ധ ബലിയിലൂടെ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.